നമസ്കാരം. ആം ആദ്മി പാർട്ടി MP രാഘവ് ചദ്ദ കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി പാർലമെന്റിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിച്ചു. तो उसके फ्रंट पे फ्रेश फ्रूट जूसेस की बड़ी जूसी फ्रूट्स की पिक्चर होती है, लेकिन पीछे स्मॉल टेक्स्ट में पिक्चर इज ओनली फॉर मार्केटिंग पर्पस ओनली. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. നമ്മുടെ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കുടിക്കുന്ന ഫ്രൂട്ട് ജ്യൂസുകൾ ഉണ്ടല്ലോ, പലതരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ പല കമ്പനികളുടേത് ലഭ്യമാണ്. അതിലെല്ലാം പഴങ്ങളുടെ ചിത്രങ്ങളാണ് വലുതാക്കി കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിൽ പഴച്ചാറ് താരതമ്യേന കുറവാണ്. അത് അത്രയും പഞ്ചസാര ലായനിയാണ് എന്നാണ് രാഘവ് ചദ്ദ വിശദീകരിച്ചത്. അത് കൃത്യമായിട്ടുള്ള ഒരു വിശേഷണമാണ് അദ്ദേഹം കൊടുത്തത്. പഞ്ചസാര വെള്ളമാണ് ഈ കളർ ചേർത്ത് ഫ്രൂട്ട് ജ്യൂസ് എന്നുള്ള പേരിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും കൂടെ കണ്ടു. കാരണം ഇതിൻ്റെയൊക്കെ പരസ്യങ്ങൾ വളരെ ആകർഷകമായിരിക്കും. വലിയ സിനിമാ നടന്മാരെയും സിനിമാ നടികളെയും സെലിബ്രിറ്റികളെയും കായിക താരങ്ങളെയും ഒക്കെ കൊണ്ടാണ് ഇവർ ഈ ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഒക്കെ പരസ്യം ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ജ്യൂസിൻ്റെ പരസ്യം ചെയ്യുന്നതിനിടയിൽ ഈ ജ്യൂസ് കുടിക്കുന്നതായിട്ട് കാണിച്ചിട്ട് ആ ഷോട്ട് കഴിയുമ്പോൾ, ഇങ്ങനെ കുടിക്കുന്നതായിട്ടുള്ള ആ സീൻ കഴിഞ്ഞു കഴിയുമ്പോൾ അവരത് തുപ്പുന്ന ഒരു രംഗം അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ആരോഗ്യത്തെ ഒരുപോലെ ഹാനികരമായി ബാധിക്കുന്ന സംഭവമാണ് ഈ കൂൾ ഡ്രിങ്കുകളെല്ലാം തന്നെ. പ്രത്യേകിച്ച് പഴച്ചാറുകൾ എന്ന രീതിയിൽ വിൽക്കുന്ന പഞ്ചസാര ലായനി, അമിതമായിട്ടുള്ള പ്രമേഹം, അത് കുട്ടികളിലും മുതിർന്നവരിലും ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരിലും പ്രകടമാകുകയാണ്. പൊണ്ണത്തടി, അതുപോലെ തന്നെ നിരന്തരം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലിനൊക്കെ കേടാണ്. പ്രായഭേദമന്യാണ് ഇപ്പോൾ പല്ലുകൾ കേടാകുന്നതും വെപ്പുപല്ലുകൾ വെക്കുന്നതും. അത് പല്ലുകളൊക്കെ അഴുകിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള കരൾ രോഗങ്ങൾക്ക് വഴിതെളിക്കുന്നതാണ് ഈ നിരന്തരമായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഫ്രൂട്ട് ജ്യൂസുകൾ എന്നുള്ള പേരിൽ ഈ പഞ്ചസാര ലായനി വാങ്ങിച്ച് കുടിക്കുന്നത്. മഞ്ഞ നിറം കാണും, അതിന് മധുരവും കാണും. എന്നിട്ട് ഒരു മാംഗോയുടെ എന്തെങ്കിലും ഒരു ഫ്ലേവറും കൂടി ഇട്ടിട്ട് മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞ് വിൽക്കുകയാണ്. വാങ്ങിച്ച് മടമടാന്ന് കുടിക്കുകയാണ്. ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ നിർബന്ധമുള്ളവർ, ആഗ്രഹമുള്ളവർ എന്താ ചെയ്യേണ്ടത്? ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങി അത് വൃത്തിയാക്കി അത് അടിച്ച് കുടിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ജ്യൂസാക്കി കുടിക്കുക. അതിൽ പഞ്ചസാര ചേർക്കാതിരിക്കുക. ഓൾറെഡി ഈ ഫ്രൂട്ട്സിലെല്ലാം ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ഷുഗർ ഒരുപാട് ഫ്രൂട്ട്സിലെല്ലാം ഉണ്ട്. അതാണ് ഈ ഷുഗർ രോഗികളൊന്നും ചില ഫ്രൂട്ട്സ് ഒന്നും അധികമായി കഴിക്കരുതെന്ന് ഡോക്ടർമാർ പറയുന്നത്. അതിൻ്റെ കൂടെ കുറെ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ ഇരട്ടിയായിട്ട് അതിലെ ഷുഗർ ലെവൽ ഉയരുകയാണ്. അത് ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചു കഴിയുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുള്ള അളവ് എത്രത്തോളമാണ് ഉയരുന്നത് നമുക്ക് വല്ല ഐഡിയയുമുണ്ടോ? കഴിക്കുമ്പോൾ ഒരു രുചി, നാക്കിനൊരു രുചി, അല്ലെങ്കിൽ വയറ്റിലോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയ തണുപ്പ് എന്നൊക്കെ തോന്നിയാണ് ഈ ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നത്. അങ്ങനെ ചെയ്യരുതേ, കുട്ടികളെ നശിപ്പിക്കരുത്. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടി MP രാഘവ് ചദ്ദ പറഞ്ഞത് ഈ ഫ്രൂട്ട് ജ്യൂസ് കമ്പനികൾക്കൊക്കെ എത്രയും പെട്ടെന്ന് നിർദ്ദേശം കൊടുക്കണം. ഈ ഫ്രൂട്ട്സിന്റെ പടം ഇങ്ങനെ വലുപ്പത്തിൽ കൊടുക്കരുത്. അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഓറഞ്ചിന്റെ ചിത്രമുണ്ടെങ്കിൽ ഇത് ഓറഞ്ച് ജ്യൂസാണ്, മാങ്ങയുടെ ചിത്രം ഉണ്ടെങ്കിൽ ഇത് മാംഗോ ജ്യൂസാണ്. അതിലൊന്നും ഇല്ല, ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഒരു കുപ്പിയൊക്കെ ഒരു 80 രൂപയ്ക്കൊക്കെ തരുന്നു. 1 കിലോ മാങ്ങയ്ക്ക് എത്ര രൂപ കൊടുക്കണം? 1 കിലോ മാമ്പഴത്തിന്റെ വില എത്ര? അത് പിഴിഞ്ഞ് ചാറെടുത്താൽ എത്ര കിട്ടും? അപ്പോൾ 1 ലിറ്റർ ജ്യൂസ് നമുക്ക് ഈ നിസ്സാര വിലയ്ക്കൊക്കെ കിട്ടുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ശേഷി നമുക്ക് വേണ്ടേ? അതുമല്ല, ചിലയിടങ്ങളിലൊക്കെ ഒരു വൃത്തിയുമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ഈ ഫ്രൂട്ട് ജ്യൂസുകൾ ഉണ്ടാക്കുന്ന വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടാലും വാങ്ങിച്ചു കുടിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക്. നമ്മൾ ഈ ജ്യൂസിൻ്റെയൊക്കെ ബോട്ടിൽ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇത്ര ശതമാനമാണ് അതിൽ ആ ഫ്രൂട്ട് അടങ്ങിയിരിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ കുറച്ചാണ് ആ ഫ്രൂട്ടിൻ്റെ അംശം അതിലുള്ളത്. ബാക്കി അത്രയും കെമിക്കൽസ് ആണ്. ഇപ്പോൾ ഫാറ്റി ലിവറൊക്കെ ഒരുപാട് ആളുകളിൽ കോമൺ ആയിട്ടങ്ങ് കണ്ടുവരികയാണ്. ഫാറ്റി ലിവർ അതിനൊരു പ്രധാന കാരണം ഇത്തരം ഈ ശീതളപാനീയങ്ങളുടെ, അത് തന്നെയല്ല പഞ്ചസാര ലായനികളുടെ ഉപയോഗം. ശീതളപാനീയം എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല, പഞ്ചസാര ലായനി. വായിലോട്ട് വെച്ച് നോക്കുമ്പോൾ എന്തൊരു മധുരമാണെന്നറിയാം. ഒരുമാതിരിപ്പെട്ടവർക്ക് കുടിക്കാൻ പറ്റില്ല. മധുരമൊന്നും അധികം ഉപയോഗിക്കാത്തവർക്ക് കുടിക്കാനേ പറ്റില്ല. അതുപോലെ മധുരം. വെറുതെ 100% ഫ്രൂട്ട് ജ്യൂസ്, 100% എന്ന് പറഞ്ഞങ്ങ് എഴുതി തള്ളി വിട്ടിരിക്കും. വെറും ഉടായ്പാണ്. ആരും വാങ്ങിച്ചു കുടിക്കരുത്. നാരുകളുള്ള ഭക്ഷണമാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ. അല്ലാതെ ഇങ്ങനെ കടകളിൽ കിട്ടുന്ന ഈ പാക്കറ്റിലുള്ള എന്തൊക്കെയോ ചിപ്സുകളൊക്കെ ഉണ്ടല്ലോ, ഊതി വീർപ്പിച്ച് അതങ്ങനെ പെരുകി നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസിൽ എന്തോ പ്രശ്നമുണ്ട്, അതിലുപയോഗിക്കുന്ന നൈട്രജൻ ഗ്യാസിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്രീയത എനിക്കറിയില്ല. എന്താണെങ്കിലും ഇതൊന്നും നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളല്ല.
ഇതൊക്കെ വായുടെ ഒരു രുചിക്ക് മാത്രം. വലിയ തോതിൽ ഉപ്പും മസാലയും ഒക്കെ ചേർത്താണ് ഈ ചിപ്സുകൾ, പൊട്ടറ്റോ ചിപ്സുകൾ പല പാക്കറ്റുകളിൽ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. 5 രൂപയുടെയും 10 രൂപയുടെയും ഒക്കെ പാക്കറ്റ് കിട്ടുമ്പോൾ നിസാരം 5 രൂപയല്ലേ എന്ന് കരുതി അതും വാങ്ങിച്ച് തിന്നും. അതിൻ്റെ കൂടെ ഈ പഞ്ചസാര വെള്ളവും കുടിക്കും. ശരീരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായോ? ആ സമയത്ത് ഒരു നല്ല കരിക്ക് വാങ്ങിച്ച് കുടിച്ചാൽ നമ്മുടെ വയറ് നിറയും, വയറിനൊരു സമാധാനമുണ്ട്. നല്ല കരിക്ക് നോക്കി, നാടൻ കരിക്ക് നോക്കി വാങ്ങിച്ച് കഴിച്ചാൽ നമുക്കതൊരു ഗുണമെങ്കിലും ചെയ്യും. അതൊന്നും ആർക്കും വേണ്ട. അല്ലെങ്കിൽ ഒരു സംഭാരം വാങ്ങിച്ച് കുടിക്കുക, നാരങ്ങ വെള്ളം കുടിക്കും, നാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് അല്ലെങ്കിൽ ഒരു അല്പം പഞ്ചസാരയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് അത് കുടിക്കും. ഇതൊന്നും വേണ്ട. ഇപ്പൊ പ്രത്യേകിച്ച് ചൂടുള്ള സമയം കൂടി ആയതുകൊണ്ട് ഒരുപാട് വിൽപ്പന നടക്കുന്നുണ്ട്. വഴിയോരങ്ങളിലൊക്കെ കച്ചവടം ചെയ്യുന്ന ജ്യൂസുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാക്കി ഫ്രൂട്ട് സലാഡുകളും ജ്യൂസുകളും ഒക്കെ വിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതമാർഗമായിട്ടാണ് അവരിത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു പ്രശ്നം ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ചൂടിൽ വെയിലത്താണ് ഇത് ഇരിക്കുന്നത്. പ്ലാസ്റ്റിക്കിലാവുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും, നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. അതൊക്കെ കൂടെ പരിഗണിക്കണം. പിന്നെ മാമ്പഴത്തിൻ്റെ സീസണാണ്. ഞാൻ കുറേ ഷോർട്ട് വീഡിയോകളിലൂടെയൊക്കെ കുറേ കാര്യങ്ങൾ ഇത്തരത്തിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. മാങ്ങ എല്ലായിടത്തും കാണുന്നതൊന്നും ഉടനെ വാങ്ങിച്ച് കഴിക്കരുത്. ഒന്നാമത് നമുക്കൊരു മാങ്ങയുടെ ആ ചൊനയുടെ ഭാഗത്ത് തൊട്ടിട്ട് നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ അറിയാം. ആ മാങ്ങയുടെ സ്മെല്ല് നമുക്കറിയാൻ പറ്റും. പിന്നെ അത് പിടിച്ച് നോക്കുക, അത് ഞെക്കി നോക്കുക. സാധാരണ മാങ്ങയ്ക്ക് സ്വതവേ ഒരു കട്ടിയുള്ളതാണ് അതിൻ്റെ പുറത്തെ തൊലിക്ക്. അപ്പോൾ ചിലതിങ്ങനെ പഞ്ഞി പോലെ അങ്ങ് ഞെങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും വാങ്ങിക്കാതിരിക്കുക. നോക്കിയും കണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുക. നമ്മൾ പൈസ കൊടുത്ത് എന്തിനാ ദുരന്തങ്ങൾ വെറുതെ വാങ്ങിക്കുന്നത്? ഇത് വയറിന് മാത്രമല്ല പ്രശ്നം, പല അവയവങ്ങൾക്കും നമുക്ക് ഇത് ബാധിക്കുന്നതാണ്. നിരന്തരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ ഇത്തരം പഞ്ചസാര ലായനികൾ കുടിക്കുന്നതൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പാക്കറ്റിലെ ഫുഡുകളൊക്കെ കഴിക്കുന്നത് കൊണ്ടാണെങ്കിലും കുറേ നാളുകൾ കഴിച്ചു കഴിഞ്ഞായിരിക്കും നമുക്ക് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ തന്നെ പ്രകടമാകുന്നത്. പിന്നെ പരിശോധിച്ച് വരുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ആന്തരിക അവയവത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് അറിയുന്നത്. എന്തിനാണ് അതൊക്കെ വരുത്തി വെക്കുന്നത്? അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഗ്യാസ് കുടിക്കുമ്പോൾ ഒരു ഗ്യാസിന് വേണ്ടിയിട്ട് അങ്ങനത്തെ പാനീയങ്ങളെ ആശ്രയിക്കുന്നവരുണ്ട്. ഇതൊന്നും സ്ഥിരമായിട്ട് കുടിക്കുന്നത് നല്ലതല്ല. വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കലോ വല്ലതും ഒക്കെ അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് കുടിക്കാതിരിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ കുടിവെള്ളം മാത്രം കൂടുതലായിട്ടും കുടിക്കാൻ ശ്രമിക്കുക. നമുക്ക് കഞ്ഞിവെള്ളത്തിലൊക്കെ ഉപ്പിട്ട് കുടിക്കാം അല്ലേ? ചെറു ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുന്നതും മോരും വെള്ളമൊക്കെ കുടിക്കുന്നതും ഒക്കെ എന്ത് നല്ലതാണ്. നമ്മുടെ കുട്ടികളെയും കൂടെ അതൊക്കെ ശീലിപ്പിക്കണം. നമ്മൾ പണ്ട് കാലത്തൊക്കെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പ് ചേർക്കാതെ കുറച്ച് മാങ്ങാച്ചാറോ നാരങ്ങാച്ചാറോ ഒക്കെ ചേർത്ത് ഇളക്കി നമ്മൾ മടപടപടാന്ന് കുടിക്കും. വയറും നിറയും, ഒരു ഉന്മേഷവും നമുക്ക് തോന്നും പെട്ടെന്ന് അല്ലേ? അത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടമല്ല. ഈ കഞ്ഞിവെള്ളമോ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്നത് എത്രത്തോളം ശരീരത്തിന് നല്ലതാണ്. ഇപ്പോൾ അതേ ഓരോ യൂണിവേഴ്സിറ്റികളൊക്കെ ഗവേഷണം നടത്തിയത് കണ്ടെത്തി. ഇതൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ പഴങ്കഞ്ഞിയുടെ ആളുകളാണല്ലേ. പഴങ്കഞ്ഞി കുടിച്ചാൽ വണ്ണം കൂടും എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അതിൻ്റെ വെള്ളമാണ് കൂടുതലായിട്ട് നമ്മൾ കുടിക്കുന്നത്. ചോറ് കുറച്ചേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചോറ് പിറ്റേ ദിവസം എടുത്ത് തൈരോ മറ്റ് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ വേണ്ടത് അതൊക്കെ ചേർത്ത് ഒരു 10 മണിയൊക്കെ 10:30 മണിയൊക്കെ ആകുമ്പോൾ കുടിച്ചാൽ ശരീരത്തിന് അതൊരു ഉന്മേഷമാണ്, ശരീരത്തിന് നല്ലതാണ്. ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ഒരു ഭക്ഷണമാണ് പഴങ്കഞ്ഞി. നമ്മുടെ പഴമയെ തന്നെ നമ്മൾ തിരിച്ചു പിടിച്ചാലേ നമുക്കിനി മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഒന്നും അറിയാതെയാണ് മനുഷ്യർ ഓരോ കാലങ്ങൾ പണ്ട് കാലത്ത് ചെയ്തിരുന്നതെങ്കിലും, ഒരു ശാസ്ത്രവും അറിയാതെയാണ് അവർ ചെയ്തിരുന്നതെങ്കിലും അതിലെല്ലാം നന്മയുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു വരികയാണ് അല്ലേ? കപ്പയും ചക്കയും ചക്കക്കുരുവും പഴങ്കഞ്ഞിയും ഒക്കെ കഴിച്ചു കിടന്ന സമയത്തൊന്നും മനുഷ്യർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. കൊറോണയുടെ സമയത്തൊക്കെ നമ്മുടെ സാഹചര്യത്തിൻ്റെ നിർബന്ധം മൂലം നമ്മൾ ആ ഒരു പഴമയിലേക്കൊക്കെ ഒരു ഇടക്കാലത്തേക്ക് തിരിച്ചു പോയിരുന്നു. വീണ്ടും പണ്ടത്തെ അവസ്ഥ തന്നെ. അപ്പോൾ പുതിയ പുതിയ രോഗങ്ങളെ വരുത്തി വെക്കാതിരിക്കുക. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൊച്ചുകുട്ടികളെയൊക്കെ പരസ്യം ഷൂട്ട് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഒരു ദൃശ്യം അവരൊന്നും ഇത് കുടിച്ചിറക്കുന്നില്ല. ഇത് കുടിച്ചാൽ വിഷമാണ്, ശരീരത്തിന് ദോഷമാണെന്ന് അവർക്കറിയാം. അവരിതൊക്കെ പരസ്യത്തിന് വേണ്ടി അവരുടെ വരുമാന മാർഗത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് കൊച്ചുകുട്ടികളെയൊക്കെ ഇത് കാണിച്ചു ബോധ്യപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.